ഗവൺമെൻറ്റിൻ്റെ നിർദ്ദേശമനുസരിച്ച് കമ്മ്യൂണിറ്റി റേഡിയോ എന്ന് തന്നെ പറഞ്ഞിരിക്കണം എന്നാണ് നിർദ്ദേശിച്ചിട്ടുള്ളത്. കൊല്ലത്തെ ആദ്യത്തെ കമ്മ്യൂണിറ്റി റേഡിയോ ആയ റേഡിയോ ബെൻസിഗറിന്റെ 15ാം വാർഷികം ഫാത്തിമ മാതാ നാഷണൽ കോളേജിൽ 15-ന് നടന്നു. പ്രശസ്ത സിനിമാ സംവിധായകയും കേരള സാഹിത്യ അക്കാദമി അവാർഡ് ജേതാവുമായ ശ്രീമതി വിധു വിൻസെന്റ് ഉദ്ഘാടനം നിർവഹിച്ചു. കാതോട് കാതോരം എന്ന ഗാനം ആലപിച്ച പ്രശസ്ത പിന്നണി ഗായിക ലതിക ടീച്ചർ മുഖ്യ അതിഥിയായിരുന്നു. റേഡിയോയേക്കാൾ പ്രാധാന്യം കമ്മ്യൂണിറ്റിക്കാണ്. കമ്മ്യൂണിറ്റി കേന്ദ്രീകൃതമായ ഒന്നാണ് റേഡിയോ പ്രക്ഷേപണത്തിലെ പ്രധാന ഉദ്ദേശമെന്ന് കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗർ ഡയറക്ടർ ഫാദർ ഫെർഡിനൻഡ് പീറ്റർ പറഞ്ഞു. റേഡിയോ ബെൻസിഗർ അവതാരകരുടെ സംഗീത പരിപാടിയും സ്കൂൾ കുട്ടികളുടെ സംഘനൃത്തങ്ങളും ഉണ്ടായിരുന്നു. കാതോട് കാതോരം എന്ന മനോഹരമായ ഗാനം ആലപിച്ചുകൊണ്ടായിരുന്നു ലതിക ടീച്ചർ സദസ്സിനെ അഭിമുഖീകരിച്ചത്. ഫാത്തിമ മാതാ നാഷണൽ കോളേജ് മാനേജർ റവറന്റ് ഫാദർ അഭിലാഷ് ഗ്രിഗറി, ഡോക്ടർ RS രാജീവ് തുടങ്ങിയവരും സംസാരിച്ചു. 15ാം വാർഷികത്തോടനുബന്ധിച്ച് റേഡിയോ ബെൻസിഗർ ശ്രോതാക്കൾക്കായി നടത്തിയ മത്സരങ്ങളിലെ വിജയികൾക്ക് സമ്മാനങ്ങൾ നൽകി. റേഡിയോ ബെൻസിഗറിലെ അവതാരകരെ ആദരിച്ചു. തുടർന്ന് റേഡിയോ ബെൻസിഗറിലെ മുൻ അവതാരകനും ടെലിവിഷൻ താരവും പ്രശസ്ത മെന്റലിസ്റ്റുമായ ശ്രീരാജ് പാറക്കലിന്റെ മെന്റലിസം പരിപാടിയും നടന്നു.